ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1163 ദിവസമായ ഇന്ന് 2024 ജൂലൈ മാസം 21 ഞായറാഴ്ച. 1199 ആണ്ട് കർക്കിടക മാസം 6 ഗുരുവചനങ്ങളിലൂടെ ജനിക്കുക, ഉണ്ടായിരിക്കുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക എന്നിങ്ങനെ ജഡത്തിന് സംഭവിക്കുന്ന 6 തരം മാറ്റങ്ങളും സത്യസ്വരൂപമായ ബോധത്തിന് ഒരിക്കലും സംഭവിക്കുന്നില്ല. ഈ സത്യസ്വരൂപം പോലെ തന്നെ ജഡദേഹം വെടിഞ്ഞ് കീർത്തിസ്വരൂപം കൈക്കൊണ്ട് ഈ ലോകത്ത് ജീവകാരുണ്യം ശാശ്വതമായി നിലകൊള്ളും. ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാദശകം. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അനുകമ്പ കൊണ്ടുള്ള കീർത്തി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ജനിക്കുക, ഉണ്ടായിരിക്കുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക എന്നിങ്ങനെ ജഡത്തിന് സംഭവിക്കുന്ന 6 തരം മാറ്റങ്ങളും സത്യസ്വരൂപമായ ബോധത്തിന് ഒരിക്കലും സംഭവിക്കുന്നില്ല. ഈ സത്യസ്വരൂപം പോലെ തന്നെ ജഡദേഹം വെടിഞ്ഞ് കീർത്തിരൂപം കൈക്കൊണ്ട് ഈ ലോകത്ത് ജീവകാരുണ്യം ശാശ്വതമായി നിലകൊള്ളും. ഈ പ്രപഞ്ചത്തെ പിരിച്ചു നോക്കുന്നതായാൽ 2 തരം ഘടകങ്ങളുടെ ചേർച്ചയാണ് ഇതെന്ന് മനസ്സിലാവും. ഒന്ന് നിത്യമായിട്ടുള്ള ഘടകമാണ്. അത് അനാദിയാകയാൽ എന്നെങ്കിലും ഉണ്ടായിട്ടുള്ളതോ എന്നെങ്കിലും ഇല്ലാതാകുന്നതോ അല്ല. അതാണ് ഇക്കാണുന്ന പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം ആധാരമായിരിക്കുന്ന സത്യം. മറ്റൊന്ന് അനിത്യമായിട്ടുള്ള ഘടകമാണ്. അനിത്യമെന്നാൽ ഒരു കാലത്ത് ഇല്ലാതാകുന്നതെന്നർത്ഥം. ഇങ്ങനെ ഒരിക്കൽ ഇല്ലാതാകുന്ന വസ്തുക്കളാലാണ് ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇവകളെയെല്ലാം ജഡപദാർത്ഥങ്ങളെന്ന് ഭാരതീയ വേദാന്തശാസ്ത്രം വിളിക്കുന്നു. 6 വിധത്തിലുള്ള വികാരങ്ങളുള്ളവയാണ് ഈ ജഡപദാർത്ഥങ്ങൾ. ജനിക്കുക, സ്ഥിതി ചെയ്യുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക എന്നിവയാണ് ഈ 6 വികാരങ്ങൾ. ഈ വികാരങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാകയാൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവികളുടെയും ശരീരങ്ങൾ ജഡപദാർത്ഥങ്ങളാണ്. ഇങ്ങനെ ഉണ്ടായി മറയുന്ന ഈ ജഡപദാർത്ഥങ്ങളെല്ലാം ഉള്ളതായി മനുഷ്യൻ അനുഭവിക്കുന്നത് അവൻ്റെ ആത്മാവിൽ നിന്നുദിക്കുന്ന ബോധത്തിലാണ്. ബോധമെന്നത് ശാശ്വതവും നിത്യവുമാണ്. ശരീരം ഒരു നിത്യവസ്തു അല്ലാത്തതിനാൽ ഒരു നാളിൽ അത് ഈ നിത്യമായിരിക്കുന്ന ബോധത്തെ വിട്ട് മറഞ്ഞു പോകും. ഇങ്ങനെ മറയപ്പെടുന്നവരുടെ സ്മരണ പോലും ബാക്കി നിൽക്കുകയില്ല. എന്നാൽ മറ്റുള്ളവയുടെ ക്ഷേമത്തിനായി അനുകമ്പയോടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണെങ്കിൽ ശരീരം മറഞ്ഞാലും അയാളുടെ കീർത്തി എക്കാലവും നിലനിൽക്കുന്നതായിരിക്കും. അതായത് അനുകമ്പയുടെ മഹത്വം കൊണ്ട് അയാൾ നിത്യസ്മരണീയനായി നിലകൊള്ളുമെന്നർത്ഥം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.